നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്നലെ നമുക്ക് ഒരിക്കലും മറക്കാനാകാത്ത ഒരു ദിവസം തന്നെയാണ്. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരരുടെ അറ്റാക്കിൽ 29ഓളം ആളുകളെയാണ്, നമ്മുടെ സഹോദരന്മാരെയാണ്, നമ്മുടെ അച്ഛന്മാരെയാണ് നമുക്ക് നഷ്ടമായിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളടക്കം അവർ കരയുന്ന, എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന് നടുക്കത്തിൽ പോലും അവർ കരയുന്ന ദൃശ്യങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. ഏതായാലും സൗദിയിലേക്ക് പോയ നരേന്ദ്രമോദി അടക്കം കഴിഞ്ഞ ദിവസം തിരിച്ച് അദ്ദേഹം ഇന്നലെ തന്നെ അവിടെ എത്തുകയും കാര്യങ്ങളൊക്കെ തന്നെ വിലയിരുത്തുകയും കഴിഞ്ഞ ദിവസം ഒരു റിപ്പോർട്ട് പ്രകാരം രാത്രിയിൽ തന്നെ പാകിസ്ഥാന്റെ പല അതിർത്തികളിലും ഷെല്ലാക്രമണം ഇന്ത്യ നടത്തി തുടങ്ങിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഏതായാലും കനത്ത തിരിച്ചടി ഇതിന് ഇന്ത്യ നൽകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കം ഇന്ത്യയിലുള്ളപ്പോൾ കശ്മീരിൽ ആക്രമണം നടത്തി ഭീകരർ നൽകുന്നത് തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടുകൊടുത്തതിന്റെ പകയോ എന്നുള്ള ചോദ്യങ്ങളാണ്. ഒരുപാട് കാരണങ്ങൾ ഈ ഒരു സമയത്ത് ഇവരെ അറ്റാക്ക് നടത്തിയതിന് വേണ്ടിയിട്ട് നമുക്ക് തെരഞ്ഞെടുത്തിട്ടുണ്ട് എന്ന് പറയാം. ഈ കഴിഞ്ഞ ദിവസം നരേന്ദ്രമോദി ഇവിടെ ഇല്ല, അദ്ദേഹം സൗദിയിലേക്ക് പോയിരിക്കുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ഇവിടെയുണ്ട്. തഹാവൂർ റാണയെ ഇന്ത്യക്ക് വിട്ടു നൽകിയിട്ടുണ്ട്. ആർട്ടിക്കിൾ 370 അടക്കം എടുത്തു മാറ്റിയതിലടക്കമുള്ള പകയും, അതുപോലെ ജമ്മു കാശ്മീരിലെ ഇപ്പോഴത്തെ അവസ്ഥ വളരെ സമാധാനപൂർണ്ണമായിട്ടുള്ള, വളരെ ശാന്തമായിട്ടുള്ള ഈ ഒരു സാഹചര്യം തന്നെയാണ് ഈ ഭീകരരെ ഇത്തരത്തിൽ ആക്രമണം നടത്താൻ പ്രേരിപ്പിച്ചത്. അല്ലെങ്കിൽ ഇന്ത്യക്ക് ഒരു രാത്രിയെങ്കിലും ഇന്ത്യ വിഷമിക്കണം എന്ന് കരുതി തന്നെയാണ് ഈ ഒരു സാഹചര്യം ഇവർ മുതലെടുത്തിരിക്കുന്നത് എന്ന് നമുക്ക് പറയാം. മുംബൈയിൽ പാക് ഭീകരർ കാട്ടിയതിന്റെ ചുരുളഴിക്കാൻ ഇന്ത്യ അന്തിമ തെളിവ് വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ തീവ്രവാദികൾ വീണ്ടും അവരുടെ ഉഗ്രരൂപം പുറത്തു കാണിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സൗദിയിൽ ആവേശകരമായ സ്വീകരണം കിട്ടുമ്പോഴായിരുന്നു ഇവിടെ അതേ സമയത്ത് പാക് തീവ്രവാദികളുടെ കൂട്ടക്കുരുതി നടന്നിരിക്കുന്നത്. ജമ്മു കാശ്മീർ ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത പാക് പിന്തുണയുള്ള ഭീകര സംഘടനയായ ദി റെസിസ്റ്റൻസ് ഫ്രണ്ട്, അതായത് TRF, ലഷ്കർ-ഇ-ത്വയ്ബ അനുകൂല സംഘടനയാണ്. ഇവർ തന്നെയാണ് മുംബൈ ഭീകരാക്രമണത്തിന് പിന്നിലെയും ഭീകരശക്തി. ആ ഭീകരശക്തിയാണ് നമ്മൾ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലേക്ക് എത്തിച്ചത്. സൈനിക കേന്ദ്രങ്ങളിലെ പാക് ഭീകര സംഘടനകളുടെ ആക്രമണത്തെ സർജിക്കൽ സ്ട്രൈക്കിലൂടെയാണ് ഇന്ത്യ നേരിട്ടിരുന്നത്. ഇതോടെയാണ് രാജ്യത്തെ തീവ്രവാദ ആക്രമണ തോത് കുറഞ്ഞത്. പിന്നീട് കാശ്മീരിലേക്ക് ശക്തമായ ഇടപെടലുകൾ എത്തി. കാശ്മീരിനെ ടൂറിസ്റ്റുകളുടെ ഹബ്ബാക്കി മാറ്റി. ഇത് തകർക്കുകയാണ് തീവ്രവാദ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം. ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഭീകരാക്രമണത്തിൽ 28 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. സംഭവത്തിൽ രാജ്യം നടുങ്ങി എന്നുള്ളത് തന്നെ വസ്തുതയാണ്. കൊല്ലപ്പെട്ടവരിൽ ഒരു മലയാളിയുമുണ്ട്. എറണാകുളം എടപ്പള്ളി സ്വദേശി N രാമചന്ദ്രനാണ് മരിച്ചത്. ചൊവ്വാഴ്ച ഉച്ച കഴിഞ്ഞാണ്, ഏകദേശം 2:30 തന്നെയാണ് ആക്രമണം അവിടെ സംഭവിക്കുന്നത്. ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദ്വിദിന സൗദി അറേബ്യ സന്ദർശനം വെട്ടിച്ചുരുക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം അടിയന്തരമായിട്ട് യോഗം ചേർന്നിട്ടുണ്ട്. ഭീകരാക്രമണത്തെ US-ഉം റഷ്യയും ഉൾപ്പെടെ വിവിധ ലോകരാഷ്ട്രങ്ങൾ അപലപിച്ചിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മോദിയെ ഫോണിൽ വിളിച്ച് അനുശോചനം അറിയിച്ചതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ജമ്മു കാശ്മീരിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഡൽഹി, മുംബൈ, ജയ്പൂർ, അമൃത്സർ തുടങ്ങിയ വിവിധ നഗരങ്ങളിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. NIA സംഘവും അന്വേഷണത്തിന് ഉടനെത്തും. ഇസ്രായേലും സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ഇന്ത്യ ഉടൻ തിരിച്ചടി നൽകുമെന്നാണ് വിലയിരുത്തൽ. തിരിച്ചടി നൽകുമെന്നുള്ള പൂർണ്ണ വിശ്വാസവും ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ഓരോ ഇന്ത്യൻ പൗരനും ഉണ്ട് എന്നുള്ളതാണ്. സുരക്ഷാ ഉദ്യോഗസ്ഥർ ആദ്യം മോക്ക് ഡ്രില്ലോ മറ്റും നടത്തുന്നുവെന്നാണ് ഈ പഹൽഗാമിൽ ഈ ഒരു സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ടൂറിസ്റ്റുകളടക്കം ആദ്യം കരുതിയിരുന്നത്. പിന്നീടാണ് വെടിയേറ്റ് വീണ തന്റെ ഭർത്താവിനെ ഒരു സ്ത്രീ കണ്ടത്. ചോരയിൽ കുളിച്ചു കിടക്കുകയായിരുന്നു അദ്ദേഹം. രക്ഷപ്പെടൂ എന്ന് അലറി വിളിച്ച് ഞങ്ങൾക്ക് ചുറ്റുമുണ്ടായിരുന്നവർ ഓടുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് ഇപ്പോഴും വിശ്വസിക്കാനാവുന്നില്ല. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ട പഹൽഗാമിലെ ദുരന്തത്തെക്കുറിച്ച് പല്ലവി എന്ന് പറയുന്ന യുവതി ഓർത്തെടുത്ത് പറയുമ്പോൾ, എന്റെ ഭർത്താവിനെ കൊന്നില്ലേ, എന്നെയും കൊല്ലുമെന്ന് ഭീകരരോട് പറഞ്ഞപ്പോൾ പോയി മോദിജിയോട് പറയൂ എന്നാണ് ഭീകരിൽ ഒരാൾ മറുപടി തന്നതെന്നാണ് പല്ലവി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ചില റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അവർ പേര് ചോദിച്ചുകൊണ്ടും മതം ചോദിച്ചുകൊണ്ട് തന്നെയാണ് അറ്റാക്ക് നടത്തിയിട്ടുള്ളത്. ഹിന്ദുവാണെന്ന് അറിഞ്ഞപ്പോൾ തന്നെയാണ് അവർക്ക് നേരെ നിറയൊഴിച്ചിരിക്കുന്നത് എന്നാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേയിൽ അടക്കം റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാകാൻ സാധിക്കുന്നത്. വളരെ നിരപരാധികളായ, അതായത് കയ്യിൽ ഒരു മുട്ടുസൂചി പോലും കരുതാത്ത സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ കൊന്നുകൊണ്ട് ഇത്തരത്തിൽ വമ്പ് പറയാൻ, അല്ലെങ്കിൽ അത് കാണിച്ചിരിക്കുന്നത് വലിയ എന്തോ സംഭവമാണെന്ന് വരുത്തി തീർക്കാൻ ഭീകരർക്ക് എന്ത് അവകാശം
അവകാശമാണുള്ളത്, അല്ലെങ്കിൽ അവരെ കാണിക്കുന്നതിൽ എന്ത് നീതിയാണുള്ളതെന്നാണ് ചോദിക്കാനുള്ളത്. നിരപരാധികളെ ആ ഭീകരർ കണ്ണിൽ ചോരയില്ലാതെ വെടിയുതിർത്ത് കൊല്ലുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ പേര് ചോദിച്ചായിരുന്നു ആക്രമണം. മാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന കശ്മീരികളെ മാറ്റി നിർത്തിയെന്നും റിപ്പോർട്ടുകളുണ്ട്. തുടക്കത്തിൽ അകലെ കേട്ട വെടിയൊച്ച പതിയെ അടുത്തേക്ക് വന്നു. അപ്പോഴാണ് മുൻപിലെ ദുരന്തം അവിടെ ഉണ്ടായിരുന്ന സഞ്ചാരികൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. ആ ഒരു സമയത്ത് അറ്റാക്ക് നടത്തുന്ന ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയുള്ള ആ സമയത്ത് അവിടെ 40ഓളം വിനോദസഞ്ചാരികളാണ് ഉണ്ടായിരുന്നത്. കുന്നിൻ മുകളിലെ ടൂറിസ്റ്റ് കേന്ദ്രമായിരുന്നു ആ ഒരു പ്രദേശത്തെ വനമേഖലയിൽ നിന്നെത്തിയ ഭീകരർ ആളുകളെ വളഞ്ഞ ശേഷം തുരുതുര നിറയൊഴുകിയായിരുന്നു. ഭീകരർ കൊടും ക്രൂരത തുടരുന്നതിനിടെ ടൂറിസ്റ്റ് കേന്ദ്രത്തിലെ ജീവനക്കാർ ഉൾപ്പെടെ പലരും സുരക്ഷ തേടി സമീപ സ്ഥലങ്ങളിലേക്ക് പാഞ്ഞു. രക്തത്തിൽ കുളിച്ച നിലയിൽ വിനോദസഞ്ചാര കേന്ദ്രത്തിലെ പുൽമേടിൽ കിടന്നിരുന്നവരെ പോലീസ് എത്തിയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ പോലും അവിടെയുള്ള ആളുകൾക്ക് കുറച്ച് സമയമെടുത്തു. അതിനുശേഷമാണ് ഇതൊരു ഭീകരരുടെ അറ്റാക്കാണ് സംഭവിച്ചിരിക്കുന്നത് എന്നും തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവരെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതും ആ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ മനസ്സിലാക്കിയത്. ഇതിനിടെ രക്ഷാപ്രവർത്തനത്തിനായി ഹെലികോപ്റ്ററും മറ്റും വേഗത്തിൽ തന്നെ അവിടേക്ക് എത്തി. പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ തുടരുന്നതായി സൈന്യം അറിയിച്ചിട്ടുണ്ട്. പ്രദേശത്ത് കരസേനയുടെയും CRPFന്റെയും ലോക്കൽ പോലീസിന്റെയും കൂടുതൽ സംഘങ്ങളും എത്തിയിട്ടുണ്ട്. ആക്രമണശേഷം രക്ഷപ്പെട്ട ഭീകരർക്ക് വ്യാപക തെരച്ചിലാണ് നടക്കുന്നത്. ജമ്മു കാശ്മീരിലെ പ്രമുഖ വിനോദസഞ്ചാര കേന്ദ്രമാണ് ഈ പഹൽഗാമിലെ ബൈസരനിലാണ് ഭീകരാക്രമണത്തിൽ ഒരു മലയാളി അടക്കം 28 പേരുടെ ജീവൻ നഷ്ടമായിരിക്കുന്നത്. ട്രക്കിങ്ങിന് പോയ വിനോദസഞ്ചാരികളാണ് ആക്രമണത്തിന് ഇരയായത്. ഇന്നലെ ഉച്ച കഴിഞ്ഞ് 3ഓടെ നടന്ന ആക്രമണത്തിൽ ഉത്തരവാദിത്തം ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF ഏറ്റെടുത്തു കഴിഞ്ഞു. ജമ്മു കാശ്മീരിലെ കിഷ്താർ വഴിയാണ് ഭീകരർ ഈ ബൈസരനിലെത്തിയതെന്നാണ് റിപ്പോർട്ട്. ബൈസരനിലെ പൈൻ മരക്കാട്ടിൽ നിന്നാണ് ഭീകരർ വിനോദസഞ്ചാരികൾക്ക് നേരെ പല റൗണ്ട് വെടിവെച്ചത്. ആ ഒരു സ്ഥലത്തിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ അറിയാം, ചുറ്റിലും വലിയ ഉയരത്തിലുള്ള പൈൻ മരങ്ങളാണ്. പിന്നെ ഈ ഒരു നടുക്കുള്ള ഒരു ഭാഗത്തായിട്ട് നിറയെ പുൽമേടുകളാണ്. അവിടെയാണ് വിനോദസഞ്ചാരികൾ ഉല്ലാസത്തിനും മറ്റുമായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നത്. പരിക്കേറ്റ ഏതാനും പേരെ പ്രദേശവാസികൾ അവരുടെ കുതിരപ്പുറത്താണ് റോഡിലെത്തിച്ചത്. 2019 ഓഗസ്റ്റിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയും ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുകയും ചെയ്തതിനു ശേഷമാണ് TRF ഉണ്ടായത്. എലിറ്റിയുമായി ബന്ധമുള്ള സാജിദ് ജാട്ട്, സജാദ് ഗുൽ, സലീം റഹ്മാനി എന്നിവരാണ് TRFന്റെ നേതൃത്വത്തിലെ പ്രധാനികൾ. കറാച്ചി കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച TRFന് ടെലിഗ്രാം, വാട്സ്ആപ്പ്, ട്വിറ്റർ, ഫേസ്ബുക്ക്, ടാംറ്റ തുടങ്ങിയ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളിൽ ശക്തമായ സാന്നിധ്യമുണ്ട്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇവർ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയും റിക്രൂട്ട്മെന്റ് ഉൾപ്പെടെ നടത്തുകയുമാണ് ചെയ്യുന്നത്. 2024 ഒക്ടോബർ 20 നടന്ന ഗന്ദർബലിലെ സോനാമാർഗ് ടണലിൽ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം TRF ഏറ്റെടുത്തിരുന്നു. ജമ്മു കാശ്മീരിലെ പഹൽഗ്രാമിൽ ഉണ്ടായ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സൗദി യാത്ര ഒരു ദിവസം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തിരികെ എത്തിയിട്ടുണ്ട്. സൗദിയിൽ നിന്ന് മോദി എത്തിയത് വ്യക്തമായ തീരുമാനങ്ങളുമായാണ്. മുൻ നിശ്ചയപ്രകാരം ഇന്ന് രാത്രിയായിരുന്നു പ്രധാനമന്ത്രിയുടെ സൗദി യാത്ര അവസാനിക്കേണ്ടിയിരുന്നത്. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും പ്രധാനമന്ത്രിയെ സ്ഥിതിഗതികൾ ധരിപ്പിച്ചിട്ടുണ്ട്. ഭീകരാക്രമണ വാർത്താ വിവരം പുറത്തുവന്നതിന് പിന്നാലെ പ്രധാനമന്ത്രി അടിയന്തര ഇടപെടലുകൾ നടത്തിയിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലാണ്. പാകിസ്ഥാനിൽ പരിശീലനം കിട്ടിയവരാണ് ആക്രമണം നടത്തിയതെന്നാണ് വിലയിരുത്തൽ. അതിനിടെ പാകിസ്ഥാനെ ലക്ഷ്യമിട്ട് അതിർത്തിയിൽ ഇന്ത്യ ഷെല്ലാക്രമണം തുടങ്ങിയിട്ടുണ്ട്. പഹൽഗാമിനെ തൊട്ടടുത്ത മേഖലയിലാണ് ആക്രമണം നടത്തിയത്. ഡറ്റാപാനയിലാണ് ഷെല്ലാക്രമണം ഉണ്ടായത്. ആക്രമണം നടത്തിയ ഭീകരരെ ഇന്ത്യ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ഭീകരർക്ക് തിരിച്ചടി നൽകാൻ എല്ലാ പിന്തുണയും ലോക രാജ്യങ്ങൾ ഇന്ത്യക്ക് നൽകും. അമേരിക്കയും ഇസ്രായേലും റഷ്യയും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. തിരിച്ചടിയുടെ വിശദാംശങ്ങൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ തീരുമാനിക്കും.